ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യയും ജപ്പാനും. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനൈ തക്കൈച്ചിയും സംയുക്തമായി ആഹ്വാനം ചെയ്തു. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ഭീകരാക്രമണങ്ങളെ ഇരുവരും അപലപിച്ചു. അൽ-ഖ്വയ്ദ, ഐസിസ്, ലഷ്കർ ഇ ത്വയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾക്കെതിരെ സംയോജിത നടപടികൾ വേണമെന്നും നേതാക്കൾ വ്യക്തമാക്കി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജാപ്പനീസ് പ്രധാനമന്ത്രി അല്പസമയം മുൻപ് മടങ്ങി. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ അടുത്ത ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പാരീസിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായതായും 1000-ഓളം ഫ്രഞ്ച് കമ്പനികൾ ഇന്ത്യയിൽ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആധാർ, യുപിഐ തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ഇന്ത്യ ആഗോള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. 2030ഓടെ 500 ജിഗാവാട്ട് ഫോസിൽ ഇതര ഇന്ധനശേഷി കൈവരിക്കുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ അനുഭവങ്ങൾ ഉൾക്കൊള്ളുവാനും നിയമസഭാ അംഗങ്ങൾ ശ്രമിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾക്കായുള്ള 2 ദിവസത്തെ ഓറിയന്റേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയ്ക്കുള്ളിൽ അംഗങ്ങൾ നടത്തുന്ന യുക്തിസഹവും വസ്തുതാപരവുമായ ചർച്ചകളിലൂടെയാണ് നേതൃത്വം കൂടുതൽ മികച്ചതാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. आप जितनी विधानसभा के अंदर तर्कपूर्ण तरीके से तथ्यों के आधार पर अच्छी चर्चा संवाद करेंगे, उतना ही आप अच्छा नेतृत्व दे पाएंगे. और ये विधानसभा के इस नेतृत्व से ही राज्य का नेतृत्व निकलता है, देश का नेतृत्व निकलता है. और इसलिए मेरा आपसे निवेदन है, हमेशा जीवन में सीखते रहें, नए अनुभव लेते रहें, अच्छे श्रेष्ठ विचारों को साझा करते रहें. 2047ഓടെ വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ യുവജനകാര്യ വകുപ്പ് സംഘടിപ്പിച്ച മൈ ഭാരത് ഇൻഡസ്ട്രി അസോസിയേഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ മേഖലയും മൈ ഭാരതം തമ്മിലുള്ള സഹകരണം ദേശീയ പുരോഗതി വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അസോചം, ഫിക്കി, സിഐഐ തുടങ്ങിയ വ്യവസായ സംഘടനകൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വെനസ്വേലയിൽ അന്തരിച്ച ഇന്ത്യൻ നാവികൻ രാകേഷ് ചൌഹാന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. വിഷയത്തിൽ പ്രാദേശിക അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് കാരക്കാസിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്ത് പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ 2ാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യം സംബന്ധിച്ച് മദ്യനയത്തിൽ വ്യക്തത വരുത്തുമെന്ന് മന്ത്രി എം ലിജു. മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നികുതി ഘടന മുൻകൂട്ടി നിശ്ചയിച്ചുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും സർക്കാരിന്റെ വിജ്ഞാപനം വന്നാൽ മാത്രമേ അത് നടപ്പിൽ വരൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഫിനാൻസ് ബില്ലിലെ ഈ ക്ലോസുകൾ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ വരണം. നോട്ടിഫിക്കേഷൻ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്കാരി നയം പാസ്സാക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ പോരെ. അബ്കാരി നയത്തിൽ വിൽക്കാനാണ് എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വരും. വിൽക്കണ്ടെന്നാണെങ്കിൽ തീരുമാനം വരും. ഇപ്പം മുൻകൂട്ടായിട്ട് പറയാൻ പറ്റുമോ? അബ്കാരി നയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉള്ള ഇനിഷ്യേഷൻ ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കും. +1 മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. മൂന്നാമത്തേതും അവസാനത്തേതും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മു കശ്മീരിൽ ഇന്ന് തുടക്കമായി. 3880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്നതാണ് അമർനാഥ് തീർത്ഥാടനം. അടുത്ത മാസം 28-ന് സമാപിക്കും. യാത്രയ്ക്കായുള്ള രണ്ടാം സംഘം ജമ്മുവിൽ നിന്ന് ഇന്ന് രാവിലെ യാത്ര ആരംഭിച്ചു. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന അമർനാഥ് യാത്രയ്ക്കായി മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടകർക്ക് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസ നേർന്നു. തൃണമൂൽ കോൺഗ്രസിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ വിശദീകരണം തേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംഘടനാ തെരഞ്ഞെടുപ്പ്, നേതൃത്വ ചുമതലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിക്കും ഋതുപ്രത ബാനർജിക്കും വെവ്വേറെ കത്തയച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ചയ്ക്കകം ഇരുവിഭാഗവും മറുപടി നൽകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകളിൽ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനി പങ്കെടുക്കില്ലെന്ന് റിപ്പോർട്ട്. മുജ്തബ ഖമനിക്ക് നേരെ വധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. നാളെ മുതൽ ഈ മാസം 9 വരെ ഇറാനിലും ഇറാഖിലുമായാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരറ്റിയും ബീഹാർ ഗവർണർ സയ്യിദ് അദ ഹസ്നൈനും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം മുജ്തബ ഖമനിക്ക് നേരെയുള്ള വധഭീഷണികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി യുഎസിനോട് ആവശ്യപ്പെട്ടു. ഇറാന് നേരെയുള്ള ഏത് ഭീഷണികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. രാവിലെ നടന്ന മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30-നാണ് ഓസ്ട്രേലിയ ഈജിപ്ത് മത്സരം. നാളെ പുലർച്ചെ 3:30-ന് നടക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെർദയെ നേരിടും. കൊളംബിയ ഘാന മത്സരം നാളെ രാവിലെ 7 മണിക്കാണ്. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്കായി എയർ സുവിധ 2.0 പോർട്ടൽ ആരംഭിച്ച് വ്യോമയാന മന്ത്രാലയം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടം നേരിട്ട വെനസ്വേലയിലേക്ക് ഇന്ത്യ ഓപ്പറേഷൻ അമിസ്താദ് വഴി മാനുഷിക സഹായം എത്തിക്കുന്നത് വിപുലീകരിച്ച് ഇന്ത്യ. ദുരന്തബാധിത മേഖലയിൽ ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം എന്ന ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്ത് രാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിക്കും. 16ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായാണ് ശില്പശാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30-ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.